ഗൈസ് എല്ലാവർക്കും നമ്മുടെ മൈനോട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച വീഡിയോ ഇടാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുറകിൽ നിൽക്കുന്ന ഇവൻ കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ സ്റ്റോറേജിലെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് ഗൈസ്. സത്യം പറഞ്ഞാൽ അറിയാണ്ട് ഡിലീറ്റ് ചെയ്താട്ടോ. എന്നെ സംഭവം എന്ന് വെച്ചാൽ അറിയാണ്ട് ഡിലീറ്റ് ആയി പോയതാണ്. അവൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫോണിലൊരു ബാക്കപ്പ് ഫയൽ ഉണ്ടായിരുന്നത് റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറഞ്ഞ റിയൽമിയുടെ ഫോൺ ആയതുകൊണ്ട് ബട്ട് അതിൽ നിന്നും കളഞ്ഞു കേസ്. അതുകൊണ്ടാണ് ഈ ആഴ്ച വീഡിയോ വരാതിരുന്നത്. അപ്പോൾ എല്ലാവരോടും സോറി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി കുക്കറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അടിപൊളി ഗസ്റ്റൊക്കെ വരുമ്പോൾ വീട്ടിൽ അടിപൊളി ഒരു ഇതെങ്ങനെയാണ് അതൊരു ഓറഞ്ച് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇതുപോലെ നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നോക്കാം വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഞാൻ 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ആണ്, പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര. എത്രയും മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ഓറഞ്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഓറഞ്ച് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓറഞ്ചിൻ്റെ പുറത്തുനിന്ന് കുറച്ച് തൊലി കട്ട് ചെയ്തെടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയാണ്, അതൊരു ഫ്ലേവർ അതിലിടുമ്പോൾ കിട്ടാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം കിട്ടാത്ത രീതിയിൽ പുറത്തേത്ത് ഒരു മാത്രം ഒന്ന് ഒരു 2-3 കട്ട് ചെയ്തിങ്ങനെ എടുക്കുക. അകത്തെ ആ വെള്ളം ഇത് കിട്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം വെള്ളം കിട്ടാതെ എടുത്തില്ലെങ്കിൽ കയ്പ്പായി പോവും. നമ്മൾ ചെറുതായിട്ട് ഒരു 2-3 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെക്കുക. കുറച്ച് മതി, അധികം വേണ്ട. അപ്പോൾ ഇത് മതി കഴിച്ച്, നമുക്ക് ഇത്ര മതി. ഇനി നമുക്ക് ഓറഞ്ച് കട്ട് ചെയ്യാം. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ അല്ല നമുക്ക് ഓറഞ്ച് ജസ്റ്റ് ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് ആദ്യം ഇതൊന്ന് മുറിച്ചെടുക്കാം. സാധാരണ മുറിച്ചെടുക്കുന്നത് നമുക്കിന്ന് ആദ്യം തൊലി മൊത്തം പൊളിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അല്ലികളെല്ലാം ഈ പുറത്തുള്ള ഇതെല്ലാം ഇങ്ങനെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി സെറ്റപ്പാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ ഈ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കയ്പ്പ് വരും. അപ്പോൾ കയ്പ്പില്ലാത്ത രീതി എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുരു കളയാൻ വേണ്ടി നമ്മളിത് ജസ്റ്റ് ഇടുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് പുറത്തോട്ട് വെക്കാം. തൊലിയല്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു തൊലിൻ്റെ അകത്ത് കിടണം, നമുക്ക് മിക്സ് ചെയ്യാനുള്ളതല്ല. എന്നിട്ട് നമ്മളിത് ചെറിയ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വേണം, ഈ രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് കുരു കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഈ രീതിയിൽ അപ്പോൾ ഗൈസ് ഞാൻ ഇതൊന്ന് മൊത്തം എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് പോരാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഓറഞ്ച് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർക്കേണ്ട ഐസ് ക്യൂബാണ്. ഐസ് ക്യൂബൊക്കെ വെച്ച് അലുത്ത് പോയി. നമ്മൾ ഐസ് ക്യൂബിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. എല്ലാ ഐസ് ക്യൂബും കുറച്ച് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി ഐസ് ക്യൂബ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. ഇത്രയും വെള്ളം മതിയാവും. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ അതേ നമ്മൾ ഫുള്ള് ഓറഞ്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സറിൻ്റെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല പതഞ്ഞ് നല്ല സൂപ്പറായിട്ട് അടിച്ച് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് അരിച്ച് ബൗളിലോട്ടൊന്ന് ഒഴിക്കാം. ഞങ്ങളുടെ അരിപ്പ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ അരിച്ചൊഴിക്കുകയാണ്. സ്പൂൺ വെച്ചാൽ ഫ്രണ്ട്സ് ഞാൻ അവസാനം കുറച്ച് നേരം സമയത്ത് എടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ അതേ ഞാൻ എന്നാലും ഒന്ന് അരിച്ചോ, വീണമെങ്കിലോ എന്ന് ഓർത്ത് ഒന്നും കൂടി ഒന്ന് അരിച്ച് ഗ്ലാസ്സിലോട്ടൊന്ന് അരിച്ചോ. സോറി കേസ്, നൈസായിട്ടൊന്ന് വീണ്. എനിക്ക് തീരെ ഛർദിയില്ല, സത്യം പറയാം, എനിക്ക് തീരെ ഛർദിയില്ല. അതിന് കുഴപ്പമാണ്. പക്ഷെ സാരമില്ല, ശരിയാക്കത് ഒന്നുകൂടി ഒന്ന് അരിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ ഇച്ചിരി കൂടി ഒന്ന് സെറ്റപ്പായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊന്ന് അരിച്ചൊഴിച്ചേച്ച് വരാം.
ഫ്രണ്ട്സ് ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് 1.5 ഗ്ലാസോളം ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു നാരങ്ങ എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ കണ്ടില്ലേ നാരങ്ങയൊക്കെ സൈഡിൽ കുത്തി വെക്കുന്നേ, അത് നമുക്കും വെച്ചേക്കാം. നമ്മൾ എന്തിനായിട്ടാണ് കുറയ്ക്കുന്നേ? ഇതൊക്കെ എന്ത് പാടാല്ലേ. ഈ ഷെഫുമാരെയൊക്കെ സമ്മതിക്കണം, എത്ര നീറ്റായിട്ടും ക്ലീനായിട്ടും അവർ ഈ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ റെഡിയാക്കി തരുന്നേ. കയറില്ലേ ശരിയാവുന്നില്ലോ. ഇതൊന്നും ചെയ്ത് നേരത്തെ എത്തില്ല കൈസ്, അതുകൊണ്ടാണ് നേരത്തെ ചെയ്ത് പരിചയമില്ല. പരിചയം ഉണ്ടായിരുന്നു ഞാൻ കളിക്കാൻ. എന്തായാലും നമുക്കിത് ഇങ്ങനെ നോക്കാം. ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇത് മിൻറ്റിൻ്റെ ഒരു പീസല്ല, നിങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ മിൻറ്റ് വേണമെങ്കിൽ നേരത്തെ ഒന്ന് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ നേരത്തെ ഇടായിരുന്നു. ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇതൊന്നുള്ളത് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. മൈനോട്ടി ടൈമിൻ്റെ ഒഫീഷ്യൽ ടേസ്റ്ററായ അതായത് ഞാൻ ഗൗതം നാഗലോടി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അടിപൊളി ജ്യൂസ്. ഞാൻ ഉണ്ടാക്കിയത് സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് അറിഞ്ഞല്ല, ഞാൻ കഴിച്ചു വെച്ച ഏറ്റവും സൂപ്പർ ജ്യൂസ് സത്യമായിട്ടും. ഞാൻ അധികം ഓറഞ്ച് ജ്യൂസൊന്നും ഞാൻ കഴിക്കാറില്ല. എനിക്ക് ഇഷ്ടം സത്യം പറഞ്ഞാൽ വാട്ടർമെലൺ ജ്യൂസാണ്. ബട്ട് ഞാൻ കഴിച്ചില്ല അടിപൊളി ജ്യൂസ് സത്യമായിട്ട്. സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കണം പറഞ്ഞില്ല, സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കണം പറഞ്ഞില്ല, അടിപൊളി ജ്യൂസ് കേട്ടോ. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഗസ്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ അടിപൊളി ജ്യൂസാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ അടിച്ചോട്ട് കഴിക്കട്ടെ. സത്യം പറഞ്ഞാൽ അടിപൊളി ജ്യൂസ് ഗൈസ്, അടിപൊളി. അപ്പം ഈ ജ്യൂസ് എല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ്ട്രായിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസ് മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസ് 100% പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല, കാരണം ഞാനാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഇതിന് മുമ്പ് ഉണ്ടാക്കിയ പരിചയമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക. വീഡിയോയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ അത് എന്തുകൊണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അത് മാത്രമല്ല എനിക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നില്ല. അത് തന്നെയാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇനി ആഴ്ച സ്പീഡ് കൂട്ടിയെന്നു വെച്ചാൽ നമ്മൾ ഐസ് പുറത്തെടുത്ത് വെച്ചായിരുന്നു, ഐസ് അലുക്കാൻ തുടങ്ങി, വെള്ളമായി പോകാൻ തുടങ്ങി ഐസ്. അതുകൊണ്ട് ഇച്ചിരി സ്പീഡാക്കിയേ. പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ വന്ന കഴിഞ്ഞാണ് നമ്മളിട്ട വീഡിയോസ് ഒക്കെ കാണാത്തുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യുക, അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുക. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും വീഡിയോസൊക്കെ അത് കാണും ഗൈസ്. ഞാൻ പ്രോബ്ലി ടെക് വീഡിയോസാണ് ഇടാറ്, പിന്നെ ഇടയ്ക്കാണ് കുക്കറി വീഡിയോസൊക്കെ ചെയ്യാറ്. പിന്നെ ഗൈസ് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരുമെന്ന പ്രതീക്ഷയിൽ ടിൽ നൗ ദിസ് മീ ഗൗതം നായരോടി സൈനിങ് ഔട്ട്.